അതാണ് വെറുതെ എക്സോസ്റ്റ് മാറ്റുമ്പോഴേക്ക് എക്സോസ്റ്റിലൂടെ ഈ പെട്രോളോട്ട് ബാക്കിൽ കൂടെ തീയും പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ BS3 ഡ്യൂക്ക് 390. ഓവർ 10 ഇയേഴ്സായി ഈ വണ്ടിയിൽ നമ്മൾ അക്രമം കാണിക്കുന്നു കേട്ടോ. ആൻഡ് ഇറ്റ്സ് ടൈം ടു റിട്ടയർ ഇറ്റ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് മുമ്പായിട്ട് ഒരു പ്രോപ്പർ ഫെയർവെൽ കൊടുക്കാൻ വേണ്ടി പോവാം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് സിസ്റ്റം ഞാൻ മാറ്റി. നേരത്തെ എക്സോസ്റ്റ് റൂട്ട് ചെയ്തെന്ന് സിലിണ്ടറിൻ്റെ സൈഡിൽ കൂടി അപ്പുറത്തെ സൈഡിൽ റൂട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ സൈഡ് ഭയങ്കര ഓവർ ഹീറ്റ് ആവുന്ന, മാത്രമല്ല ഷോക്കിന് വരെ ഡാമേജ് വരും. ഈ KTMൻ്റെ ഒക്കെ ഷോക്ക് പെട്ടെന്ന് ഡാമേജ് അങ്ങാണ് ആ കാറ്റലിറ്റിക് കൺവേർട്ടർ വരുന്നത് വെരി ക്ലോസ് ടു ദ ഷോക്കാണ്. ആ ഷോക്കിൻ്റെ ലൈഫിന് ഭയങ്കര ഡാമേജ്, അതിൻ്റെ സീൽസിന് ഡാമേജ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് നമ്മൾ ഇതേ വെച്ചേക്കുന്നത് ഒരു ഫുൾ ഫ്രീ ഫ്ലോ സിസ്റ്റമാണ് കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ഫ്ലോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ വേറൊരു മാനുഫാക്ചർ കോൺടാക്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു എക്സോസ്റ്റാണ്. ഞാൻ പറഞ്ഞു എക്സോസ്റ്റ് അടിയിൽ കൂടി പോകണം, എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അഫക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഇത് ട്രാക്ക് ഓൺലി വെഹിക്കിളായി. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് അണ്ടർനീത്ത് എഞ്ചിനിലൂടെ പോകണം കേട്ടോ. അങ്ങനെ സസ്പെൻഷൻ്റെ ഹൈറ്റൊക്കെ കൂട്ടാം, ബാക്ക് ഷോക്കിൻ്റെ ഹൈറ്റ് ഇനിയും കൂട്ടാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 10 mm കൂടി കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഫ് നീഡഡ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ മോർ ദൻ എനഫ്. ട്രാക്കിന് ഇത് മോർ ദൻ എനഫ്. നമ്മൾ എന്തായാലും അണ്ടർ ബെല്ലി ഒന്നും വെക്കുന്നത് മോർ ദൻ എഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ പ്രശ്നമാണ്, എനിക്ക് മാക്സിമം ലൈറ്റ് വെയിറ്റും വേണം. മാത്രമല്ല ഇറ്റ് ഷുഡ് ഗോ അണ്ടർനീത്ത് ദ എഞ്ചിൻ്റെ അടിയിൽ കൂടി പോകണം, ലൈറ്റ് വെയിറ്റ് വായിക്കണം. ആ റിക്വയർമെൻറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതേ കാണുന്നത്. കണ്ടില്ലേ? ഫ്രം ദ എഞ്ചിൻ എക്സോസ്റ്റ് പോർട്ടിൽ ഡയറക്റ്റ് റൂട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുകൊണ്ട് ഈ എക്സോസ്റ്റ് ലോ ആൻഡ് മിഡ് റേഞ്ചാണ് കൂടുതൽ പവർ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ECU കാലിബ്രേറ്റ് ചെയ്ത് ECU റീമാപ്പ് ചെയ്തതിന് അതിൻ്റെ അത് ഫ്യൂലിങ്ങും അതേപോലെ ഇതിൻ്റെ ടൈമിങ്, ഇഗ്നിഷൻ ടൈമിങ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി മോർ പവർ ലോ ആൻഡിലും മിഡ് റേഞ്ചിൽ. കാരണം ഇത് കൂടുതൽ നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഓൺ ഗോക്കാ ട്രാക്ക്, ടൈറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ട്രാക്കിലേക്ക് ഓടിക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് എൻ്റെയൊരു പവർ ഡ്രോപ്പ് ഉണ്ട്, പക്ഷേ ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് റിച്ചറായിട്ട് റൺ ചെയ്യുക, അല്ലെങ്കിൽ എഞ്ചിൻ കുറച്ച് ലീനായിട്ട് റൺ ചെയ്തിട്ട്. കാരണം എന്താ അതിൻ്റെ ടെക്നിക്കൽ റീസൺ പറയാം. എക്സോസ്റ്റ് മാറ്റുമ്പോൾ എന്തുകൊണ്ടാണ് എഞ്ചിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നതെന്നുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സോസ്റ്റ് സ്റ്റോക്ക് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ ഉണ്ടെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യില്ല, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല, ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അതുണ്ടായ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫ്യൂൽ മിക്സർ വരുമ്പോഴേക്കും ആ എയർ ഫ്യൂൽ മിക്സർ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇൻ ലിക്വിഡ് ഫോം, അത് പിസ്റ്റൻ്റെ മുകളിൽ വീണ് കഴിയുമ്പോഴേക്കും ആ പിസ്റ്റൻ ക്രൗണ്ടിൻ്റെ മുകളിൽ ചൂട് അബ്സോർബ് ചെയ്തിട്ട് ഫ്രം ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റിലോട്ടാവും. ലിക്വിഡിൽ നിന്ന് വേപ്പറിലോട്ടായിട്ടാണ് അത് പിന്നെ കമ്പഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ട്രാഫിക് ഇല്ലെങ്കിൽ, ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു എക്സോസ്റ്റ് വെക്കുമ്പോൾ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വാൽവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞ ടൈം ഉണ്ട്. കുറച്ച് എഞ്ചിനീയറിംഗ് സൈഡാണ് കേട്ടോ. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മനസ്സിലാവും. വാൽവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഒറ്റ ടൈമിൽ ഓപ്പൺ ആയിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എയർ ഫ്യൂൽ മിക്സർ വരുമ്പോഴേക്ക് കുറച്ച് ഈ ഫ്യൂവൽ പെട്രോൾ ഈ എക്സോസ്റ്റിലൂടെ പോകും. അതാണ് വെറുതെ എക്സോസ്റ്റ് മാറ്റുമ്പോഴേക്ക് എക്സോസ്റ്റിലൂടെ ഈ പെട്രോളോട്ട് ബാക്കിൽ കൂടെ തീയും പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പോലെ ഈ പിസ്റ്റൻ്റെ മുകളിലത്തെ ചൂട് പെട്രോൾ വീണുമ്പോൾ ആ പിസ്റ്റനെ കൂളിങ്ങും ചെയ്യുന്ന കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്യൂൽ ഈ എക്സോസ്റ്റിലൂടെ പോകുകയാണെങ്കിൽ ആ പിസ്റ്റൻ കൂളിങ്ങിന് എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഈ എഞ്ചിൻ സിലിണ്ടർ ഹെഡൊക്കെ കുറച്ച് ഹോട്ടറായിട്ട് റൺ ചെയ്യുക, അതിൻ്റെ ലൈഫ് കുറേ. അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ECU ട്യൂൺ ചെയ്തിട്ടോ. ഇതാണ് എൻ്റെ ബാക്കിലത്തെ സയൻസ്. ഇത് ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മച്ച് ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ പറയുന്നതിൻ്റെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ മത്താപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ DM ഡൗൺ ബിലോ, കമൻറ്റ് ഡൗൺ ബിലോ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യട്ടോ. സോ അങ്ങനെയാണ് നമ്മൾ ഈ എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനം? സോ ഒരു സാഡ് ഡേ ആണ്, നമ്മുടെ വണ്ടി റിട്ടയർ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ വണ്ടിക്ക് രജിസ്ട്രേഷൻ പ്ലേറ്റ് ഒന്നും വേണ്ടല്ലോ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. സോ നമ്മൾ ട്രാക്കിലോടിക്കാൻ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം ആവശ്യമില്ലാത്ത എല്ലാ സാധനവും നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവാം. ഇതേപോലെ ഇനി ലഗേജ് ക്യാരിയ, ആ ടോപ്പ് ബോക്സിൻ്റെ ഇതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഒരു വിഷമം ഇതൊക്കെ വരുമ്പോൾ. ഇനി ഇത് റോട്ടിൽ ഓടിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവസാനം ഒരു റൈഡ് പോയി വന്നപ്പോഴേക്കും കൂളൻ്റ് ഒക്കെ ഓവർഫ്ലോ ചെയ്തായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഹോട്ടായിട്ട് റൺ ചെയ്യണം. അത് റേഡിയേറ്റർ ക്യാപ്പ് വീക്ക് ആയതാണ്. റേഡിയേറ്റർ ക്യാപ്പ് എന്തോ ഇഷ്യൂസ് വന്നിട്ട് അതിലൂടെ ഓവർഫ്ലോ ചെയ്താൽ. സ്റ്റോക്ക് കാറ്റലിറ്റിക് കൺവേർട്ടർ ഇല്ലേ, ആ സ്റ്റോക്ക് അതിൻ്റെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ്. എഞ്ചിനീയറിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ആ എക്സോസ്റ്റ് നല്ല ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സംഭവം കൊണ്ടാണ്. പക്ഷേ ഭയങ്കര ഹെവിയാണ്, മാത്രമല്ല ഭയങ്കര റെസ്ട്രിക്റ്റീവാണ് ആ എഞ്ചിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ആ സംഭവം നമ്മുടെ നടക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഹോട്ടറായിട്ട് റൺ ചെയ്യാൻ കാരണം എക്സോസ്റ്റ് മാറ്റുമ്പോൾ. അതുകൊണ്ടാണ് KTM എഞ്ചിൻസൊക്കെ ഭയങ്കരമായിട്ട് ഫെയിൽ ചെയ്യണം. എക്സോസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ മിക്കതും എടുത്തിട്ട് പ്രോപ്പർ ട്യൂൺ ചെയ്യില്ല. പണി എളുപ്പമെന്ന് വെച്ചാൽ പക്ഷേ കുറേ പൊടി ഇതൊക്കെ കേട്ടോ. അപ്പോൾ പ്രൊഫഷണലാണ്, ഗ്ലൗസ് ഇട്ട് വർക്ക് ചെയ്യുക. ഞാൻ വെച്ച് 2 അലങ്കിയല്ലേ എന്ത് പൊടിയാനാന്ന് ചോദിച്ചാൽ. പക്ഷെ ഇതൊക്കെ ഈ പോർഷനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഊരിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടാണ്. എല്ലാം ക്ലീൻ ചെയ്യാം. നമുക്ക് ഓരോ പാർട്ട് ബൈ പാർട്ട് ഡിസംബിൾ ചെയ്ത് സെറ്റാക്കി എടുക്കാം. സോ കുറേ സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി ആകെ ടയർ ഹഗ്ര അതൊക്കെ പിന്നെയും റിമൂവ് ചെയ്യാം. ഞാൻ വേറെ കുറച്ച് കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടോ. കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള ടെയിൽ സെക്ഷൻ
ഞാൻ ആ സീറ്റ് കവളും കൂടി വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത് ചെയ്ത മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും റിമൂവ് ചെയ്ത് എക്സെപ്റ്റ് ഫോർ ദ ടയർ ഹഗ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം കേട്ടോ. അത് റിമൂവ് ചെയ്താൽ ഇവിടെ പ്രോപ്പർലി വെച്ചില്ലെങ്കിൽ അത് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ബിൽഡ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. അത് പിന്നെ റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ പറഞ്ഞതായിരുന്നു നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലത്തെ മാറ്റി അതേപോലെ കണ്ട ഇവിടെ ചെറിയൊരു കുട്ടി വൈസറും വെച്ചിട്ട് പവർ പാർട്സിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അടിപൊളി. ഇത് 690 ഇൻസ്പയർഡ് ആയിട്ട് KTMൻ്റെ പവർ പാർട്ട് ഫോർ ദ ഡ്യൂക്ക് 390 ആദ്യത്തെ ജനറേഷൻ 2013 തൊട്ട് 16 വരെ ഈ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇപ്പോൾ കിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ പവർ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഇതിപ്പോൾ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഈസി ടു റിമൂവ്. 2 ബോൾട്ട് ഒരിക്കൽ നമുക്ക് റിമൂവ് ചെയ്താൽ ട്രാക്ക് പർപ്പസ് ആകുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ട്രാക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. സോ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് ഇത് വെച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഓവറോൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ ഉണ്ടല്ലേ, ഹാൻഡിൽ ബാർ ഞാനൊരു 22 mm ഹാൻഡിൽ ബാർ ആക്കി അതിനൊരു ക്രോസ് ബേസ് സ്ട്രെങ്ത്തിന് കൊടുത്തിട്ട് RCBയുടെ റേഡിയൽ മാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്ന ആ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ ആ പവർ പാർട്ട് ഹെഡ്ലൈറ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നത്തെ ഹൈലൈറ്റ് ഫോക്സ് ആണ് കേട്ടോ. ഫുള്ളി അഡ്ജസ്റ്റ്, ഫുള്ളി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബോണ്ട് 30 ക്ലിക്സിൻ്റെ അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഫോക്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് സൈഡാണ് 2J റീബോണ്ടും കുറച്ച് സോഫ്റ്റ് ആക്കി വെച്ചാൽ റോഡ് റൈഡിങ്ങുള്ള സെറ്റപ്പ് നമ്മൾ മാറ്റും. പിന്നെ ടയേഴ്സ് അപ്പോളോ ആൽഫ ട്രാംപ്ലർ ടയേഴ്സ് ആണ് കേട്ടോ. ഈ ടയേഴ്സ് ഓഫ് റോഡിങ് ട്രെയിൽ റൈഡിങ്ങിനൊക്കെ ഉള്ള, പക്ഷേ റോഡിൽ എഡ്ജിന് അത്രയും ഗ്രിപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സൂപ്പർ മോട്ടോ ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ട്രാക്കിലായി കൊടുക്കും. അപ്പോൾ ഈ ടയർ മാറ്റി TVSൻ്റെ പ്രോട്ടോക്ക് യൂറോഗ്രിപ്പിൻ്റെ പ്രോട്ടോക്കില്ലേ അതിൻ്റെ സിംഗിൾ കോമ്പൗണ്ട് വേർഷനായിരിക്കും നമ്മൾ ഇട്ട് ഓടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ട്യൂബ്ലെസ് സ്പോക്ക് വീല്. ഇപ്പോൾ ഞാൻ ട്യൂബ് ഇട്ട് ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ആ കറക്റ്റ് ആ വാൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ടയറിൻ്റെ വാൽ സ്റ്റെമ്പില്ലേ, എയർ അടിക്കുന്ന സാധനമില്ലേ, അതെനിക്ക് പ്രോപ്പർ ഈ ട്യൂബ്ലെസ്സിന് കിട്ടി. അത് കുറച്ചും കൂടി തിക്കറായിട്ടുള്ള വേരിയൻ്റ് ഉണ്ട്. അത് ഓർഡർ ചെയ്തിട്ട് അത് എത്തിയിട്ടില്ല. അത് എത്തിയോടെ നമുക്ക് ട്യൂബ്ലെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ റേഡിയൻ്റെ മുകളിലത്തെ കവറിങ് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഗാർഡ് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്റർ ക്യാപ്പ് ഞാൻ ഈ ഇടയ്ക്ക് മാറ്റി കേട്ടോ. ആ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ പ്രശ്നം കാണും, ഓവർഫ്ലോ വരുന്നത്. ഇവിടെയൊക്കെ ചെറുത് കൂളൻ്റെയൊക്കെ തെറിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നത് അതാണ് റീസൺ കേട്ടോ. അങ്ങനെ ഓവർഫ്ലോ വരും എന്ന് പറഞ്ഞാൽ. ഓവറോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് റൈഡ് ചെയ്യുമ്പോൾ കുറേ മെയിൻ്റെനൻസ് റിക്വയർ ചെയ്യുന്ന ഒരു എഡ്ജിലാണ്. ഞാൻ പ്രോപ്പർലി ബൈ ദ ബുക്ക്, ബൈ ദ ഓണേഴ്സ് മാനുവൽ റിലീജിയസ്ലി മെയിൻറ്റെയിൻ ചെയ്ത ഇതാണ്. 6 ഇയറിൽ റേഡിയേറ്റർ മാറ്റി, റേഡിയേറ്റർ ഫാൻ മാറ്റി, ഇതിൻ്റെ ഹൈ ഇഗ്നിഷൻ ഇതിൻ്റെ HT കോയിലും ഹൈ ടെൻഷൻ കോയിലും മാറ്റി. പിന്നെന്താ ഈ എഞ്ചിൻ്റെ കമ്പോണൻസ് ഒക്കെ ഞാൻ മാറ്റിയതാണ്, റീപ്ലേസ് ചെയ്താൽ. അതിൻ്റെ സ്റ്റാറ്റർ കോയിൽ മാറ്റിയതാണ്. പിന്നെന്താണ് അതിൻ്റെ വാട്ടർ പമ്പ് സീൽ മൾട്ടിപ്പിൾ ടൈംസ് മാറ്റിയതാണ്. കുറേ സാധനം ഇതിൻ്റെ ഓൾമോസ്റ്റ് പറയും എഞ്ചിൻ ഇത് ബ്രാൻഡ് ന്യൂ ബൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും മാറ്റി. ഷാസി ഒരു പ്രാവശ്യം മാറ്റിയാണ് ഞാൻ ട്രാക്കിൽ ക്രാഷ് ചെയ്തപ്പോൾ എൻ്റെ ഷാസി മാറ്റിയതാണ്. അതിനുള്ള പെർമിഷനൊക്കെ എടുത്ത് MVD എന്നൊക്കെ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഷാസി മാറ്റി, പുതിയ ഷാസി മാറ്റിയൊക്കെ റീബിൽഡ് ചെയ്ത വണ്ടി എന്നിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇറക്കിയത്. എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഫോർ എവറി ഡേ യൂസിന് ബെറ്റർ ബ്രേക്സ്, ഡിസ്ക് റോട്ടർ 320 mm ആക്കി, അതുപോലെ ബെറ്റർ കാലിപ്പേഴ്സ് വെച്ചു, ബെറ്റർ ബ്രേക്കിങ്ങിന് വേണ്ടി വെച്ചു, അങ്ങനത്തെ കാര്യങ്ങളാക്കി. പിന്നത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിയർ സെറ്റ് ഫുഡ് പെഗാണ്ട് ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു സ്പോർട്ടി പൊസിഷൻ ഇഷ്ടം. മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും, അത് കോർണർ ചെയ്യുമ്പോൾ വരഞ്ഞോണം, പെട്ടെന്ന് വരഞ്ഞോണം കേട്ടോ. അത് ഒരണ്ടിക്കാൻ വേണ്ടി ഫുഡ് പാക്ക് മുകളിലോട്ട് റേസ് ചെയ്തിരിക്കും. ഇത് ഒരിക്കലും ഒരയില്ല. ഇത് ഒരയണമെങ്കിൽ വണ്ടി വീണ് പറയണം, എന്നാലേ വരെയുള്ളൂ. അതുകൊണ്ട് അത് ഇവിടേക്ക് വരഞ്ഞേണ്ട. ഞാൻ ഈ ക്രാഷ് ചെയ്യപ്പോൾ പറഞ്ഞാൽ അല്ലാണ്ട് പെർഫെക്റ്റ് ആണ്. CNC അലൂമിനിയത്തിൽ ചെയ്തതിനൊക്കെ സാധനം. ബാക്ക് ഷോക്ക് JRI എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ. റേസിംഗ് ഷോക്സിൽ അടിപൊളി, വൺ ഓഫ് ദ ബെസ്റ്റ് ഫീലിംഗ് കിട്ടുന്ന ഷോക്സ് JRIയുടെ അതാണ് നമ്മൾ ഉപയോഗിക്കുക. ഫുള്ളി അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. പ്രീലോഡ്, കംപ്രഷൻ ആൻഡ് റീബൗണ്ട്, റൈഡ് ഹൈറ്റും എല്ലാ സാധനവും. ബാക്ക് ഷോക്കിൻ്റെ ഹൈറ്റ് ഇവിടെ കണ്ടോ, ലോക്കിംഗ് നെട്ട് കേട്ടോ. ആ നട്ട് നമ്മൾ ലൂസാക്കി തിരിക്കുവാണെങ്കിൽ ഹൈറ്റ് കൂടും. ഇപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി വെച്ചാൽ +- നമുക്ക് 10 കൂട്ടാൻ 10 കുറയ്ക്കാനും പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെയിൽ സെക്ഷൻ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഫൈബർ ഗ്ലാസിൻ്റെ ടെയിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അത് കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള ടെയിൽ സെക്ഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഓൺ ദ ബിൽഡ് നമുക്കൊക്കെ. പിന്നെ എക്സോസ്റ്റ്, ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത കാര്യം കേട്ടോ. റിയറിന് അപ്പോളോ ട്രാംബ്ലർ ടയറാണ് കൊടുത്തിരിക്കുന്നത്, വേറെ സെറ്റപ്പ് ഒന്നുമില്ല. ഹുസ്ക്വാർണർ ടെയിൽ ടൈഡി കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഭയങ്കര ക്ലിയർ ആയിരിക്കുന്നുണ്ടല്ലേ, ഇത് കണ്ട നോക്കിണ്ടേ, എന്ത് മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്ത് സെറ്റപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇൻ്റഗ്രേറ്റഡാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് കണ്ട മിന്നുന്നുണ്ടല്ലേ, സെറ്റപ്പ് നോക്കണേ, എന്തൊക്കെ മത്താപ്പാണ് കൊടുത്തത്. അപ്പോൾ അത് ടെയിൽ ലൈറ്റായിട്ട് വർക്ക് ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒരു എല്ലാം ഒറ്റ യൂണിറ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കണ്ട സെക്ഷൻ നോക്കുക, ആ റിയർ ടെയിൽ സെക്ഷൻ നോക്ക്, എന്ത് ക്ലീൻ ആയിട്ടിരിക്കുന്ന. നമ്പർ പ്ലേറ്റ് ഈ ടയറൊക്കെ നമുക്ക് റിമൂവ് ചെയ്താൽ ലാസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ നമ്പർ പ്ലേറ്റും കൂടി ഇല്ലെങ്കിൽ പ്രശ്നം. വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റുപിടിക്കുന്നത്. ഇവിടുത്തെ ഒരു ബോൾട്ടൊക്കെ ഇവിടുത്തെ സ്ക്രൂ ഒക്കെ പോയിട്ടോ, നമുക്ക് തിരിച്ച് പിടിപ്പിക്കാം. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ നോക്കും എന്തൊക്കെ സാധനം പോയി എന്തൊക്കെ സാധനം മാറ്റാണ്ടൊക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് അതൊക്കെ മാറ്റി സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞേ
ഈ റിയർ ഡിസ്ക് റോട്ടർ ഓവർ 10 ഇയേഴ്സായി ഇപ്പോഴാണ് തീരുമാനമാക്കി. എന്നാലും മിനിമം തിക്നെസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഇവിടെ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സാധനം നിങ്ങൾ ഡിസ്ക് റോട്ടർ ബ്രേക്ക് ഡിസ്കിന് കണ്ട ഇവിടെ 3.6 mm എന്ന് കണ്ടില്ലേ, അതിൻ്റെ മിനിമം തിക്നെസ്. അത് മെഷർ ചെയ്ത് നോക്കണം. ഞാൻ റിയർ ബ്രേക്സ് അധികം യൂസ് ചെയ്യാറില്ല, അധികം യൂസ് ചെയ്യാത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 2016 വണ്ടി എടുത്ത സമയത്തുള്ള അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ മാറ്റിയതാന്ന് തോന്നുന്നു. 5C16 അതിൻ്റെ ഞാൻ തോന്നുന്നു. ഇതുവരെ ഞാൻ റിയർ മാറ്റിയിട്ടില്ല. സോ മാറ്റാൻ സമയമായി. നമുക്ക് റിയറൊക്കെ അപ്ഗ്രേഡ് പുതിയ മോഡലിൻ്റെ ആക്കാം. കാലിപ്പറും മാറ്റാം. കണ്ട റിയർ എൻ്റെ ബ്രേക്ക് കംപ്ലീറ്റ്ലി ഔട്ടാണ്. പക്ഷേ റിയർ ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ആകെ കോർണർ എൻട്രി ചെറിയ യൂസിന് മാത്രം. അത് കുറച്ച് സ്പോഞ്ചി ആണെങ്കിൽ കുറച്ച് ട്രാവലുള്ള അത്ര ഭയങ്കര ലെസ് ഇൻട്രൂസീവ് ആയിട്ടുള്ള റിയർ ബ്രേക്സ് എനിക്ക് ഇഷ്ടമുണ്ട്. ABS ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക. അത് ഞാൻ ചെയ്തേക്കുന്ന ഫ്രണ്ട് ബ്രേക്ക് മാക്സിമം ആയിട്ട് എനിക്ക് ആ ത്രെഷോൾഡ് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ടയർ ലോക്ക് ചെയ്താലും വിടാനുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ട്രാക്ക് യൂസിനായിട്ട് പറയാം. അപ്പോൾ ABS ഞാൻ ഓഫ് ആക്കിയിട്ടേക്കുക. സ്പീഡോമീറ്ററൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ ഞാൻ ABS ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക. പിന്നെ കുറേ ചോദിക്കുന്ന കാര്യം ഈ ഷോക്കിൻ്റെ ഈ റിസർവോയറിനെ കുറിച്ചാണ്. ഇത് റിമോട്ട് അഡ്ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റിമോട്ട് റിസർവോയർ കൊടുത്തേക്കും കേട്ടോ. ഇപ്പോൾ ഷോക്കിന് കൂടുതൽ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഷോക്കിന് ലിമിറ്റഡ് ഏരിയ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിമോട്ട് റിസർവോയർ നീട്ടി വെക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഓയിൽ കൊടുക്കാൻ പറ്റും. കൂടുതൽ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓവർ ലോങ് ടൈം ഇപ്പോൾ നമ്മൾ ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോൾ ആദ്യം ഓടിച്ച ഫീഡ്ബാക്ക് അതിൽ ഒരു 5 ലാപ്പ് കഴിഞ്ഞാൽ കിട്ടുന്നത് ചില ഷോക്കിൽ കേട്ടോ, ചില ലോ ക്വാളിറ്റി ഷോക്ക്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഓയിലിൻ്റെ വോളിയം കൂട്ടാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഒരു പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ സൈഡിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അത് ക്യാവിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഓയിലാണ് ഡാമ്പിങ്ങിന് ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ ആ ഷോക്കിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ ഓയിലാണ്. പക്ഷേ ഓയിൽ കുറേ ബബിൾസ് വന്നതിനാൽ അതിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ക്യാവിറ്റേഷൻ ബബ്ലിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് നൈട്രജൻ ഈ സൈഡിൽ ഫില്ല് ചെയ്ത് പ്രഷറായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. സെറ്റപ്പാണ് ഇത്. ഞാൻ വേണ്ടി കട്ട് സെക്ഷൻ്റെ ഒരു വീഡിയോ എൻ്റെ YSSൻ്റെ ഓലിൻസിൻ്റെ ഉണ്ട്. എൻ്റെ വേറെ 2 ഷോക്ക് നമ്മുടെ കുറേ ഷോക്ക് ഓവർ ദ ഇയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ വേണ്ടി കാണിച്ചാൽ അതിൻ്റെ എഞ്ചിനീയർ ഉണ്ട്, ഹാരിസർ ഓലിൻസിൻ്റെ R&D എഞ്ചിനീയർ. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന കുറച്ച് വീഡിയോസും ഫുട്ടേജസും ഞാൻ കാണിച്ചത്. എൻ്റെ കട്ട് സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ കിട്ടും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ആ ക്യാവിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ബെറ്റർ ഫീഡ്ബാക്ക്. ഈ സസ്പെൻഷനൊക്കെ നമ്മൾ ഇത്രയും ചേഞ്ച് ചെയ്യേണ്ട ഉദ്ദേശം തന്നെ അതാണ്. റോഡും ടയറായിട്ട് ആ കോൺടാക്ട് കൂടുതൽ നേരം നിലനിർത്താൻ വേണ്ടിയാണ് കേട്ടോ. സോ കുറേ ചോദിക്കുക എക്സോസ്റ്റോട്ട് കേൾക്കട്ടെ, കേൾപ്പിക്കാം കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം. സോ ഇതാണ് ബിൽഡ്. പിന്നെ ഇതിൻ്റെ ECU ട്യൂൺഡാണ് കേട്ടോ. ട്യൂൺഡ് ഫോർ ബെറ്റർ ട്യൂൺ ഫോർ ലോ ആൻഡ് മിഡ് റേഞ്ച് പഞ്ചിന് വേണ്ടി ഫോർ ദിസ് എക്സോസ്റ്റിന് കസ്റ്റം ട്യൂൺ ബൈ FRK ആണ് ചെയ്തിരിക്കുന്നത്. അല്ല കുറച്ച് റിച്ചറായിട്ട് അറേഞ്ച് ചെയ്തേക്കുക. പിന്നെ BMCയുടെ എയർ ഫിൽറ്ററായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ കൂടുതൽ എയർ കയറും. പിന്നെ കൂടുതൽ ഫ്യൂൽ കൊടുക്കാൻ വേണ്ടി FRKയുടെ റേസ് ECU ഉണ്ട്, കസ്റ്റം ട്യൂൺഡ് ECU. അപ്പോൾ കൂടുതൽ ഫ്യൂലിംഗ് കൊടുക്കുക. സ്റ്റോക്ക് ഇഞ്ചക്ടേഴ്സാണ് അതിലൂടെ കൂടുതൽ ഫ്യൂലിംഗാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ കൂടുതൽ എയറും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് മോർ പവർ. പിന്നെ ഈ എക്സോസ്റ്റ് ഗ്യാസൊക്കെ പുറത്തോട്ട് പുഷ് ഔട്ട് ചെയ്താൽ വേണ്ടി സിംപ്ലി പുഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് കണ്ടില്ലേ അണ്ടർനീത്ത് ദ എഞ്ചിൻ കേട്ടോ. പിന്നെ ഇത് കളേഴ്സൊക്കെ ഇത് എക്സോസ്റ്റ് വന്നു തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് വന്നിട്ടില്ല, അത്രയും ഹോട്ടായിട്ട് റൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ നോക്ക് കളേഴ്സൊക്കെ നോക്കി എക്സോസ്റ്റിൽ കളറിങ് വന്നു തുടങ്ങി കേട്ടോ. കൊള്ളാല്ലേ. എക്സോസ്റ്റ് ഓട്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. പക്ഷേ നമ്മൾ പാഡോക്കിലിട്ടതേ ചില്ലിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സെറ്റപ്പ് നോക്ക് കണ്ടില്ലേ, ലുക്കിംഗ് സോ ഗുഡ് അല്ലേ. ഇപ്പോഴാണ് ആ BS3യുടെ അഗ്രഷൻ ഞാൻ പറയുന്നത്. നേരത്തെ ആ അഗ്രഷൻ പുറത്ത് കൊണ്ടുവരുന്നത്. നേരത്തെ ആ എക്സോസ്റ്റ് ഭയങ്കര റെസ്ട്രിക്റ്റീവാണ്. ആ മാത്രം ഭയങ്കര ഹീറ്റിംഗ് ആണ്. ആ ഷോക്കൊക്കെ ഡാമേജ് ചെയ്യും. മാത്രമല്ല എഞ്ചിൻ്റെ ഒരു സൈഡ് മൊത്തം സിലിണ്ടർ ആ സൈഡൊക്കെ ഭയങ്കര ഓവർ ഹീറ്റ് അൺഈവൻ ഹീറ്റിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഈ വാൽവ് ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രീ ഫ്ലോ ആയിട്ട് വെച്ചിട്ട് ഞാൻ കുറേ വണ്ടി അറേഞ്ച് ആയിട്ട് എനിക്ക് യാതൊരു പ്രശ്നം കിട്ടില്ല. പ്രോപ്പർലി ട്യൂൺ ചെയ്യട്ടോ. നേരത്തെ പറഞ്ഞല്ലോ ആ ഫ്യൂലിംഗ് നിങ്ങൾ കറക്റ്റാകണം. ഫ്യൂൽ കറക്ഷൻ ചെയ്യുവാണെങ്കിൽ യാതൊരു സീനില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ റോഡിൽ ഓടിക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താ പറയുക, ഇത് ട്രാക്ക് ഉള്ള ഒരു സൂപ്പർ മോട്ടോ ബിൽഡാണ് വരാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യണം? സോ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. നിങ്ങൾക്ക് എന്താണ് പ്ലാനുള്ളത്? എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യട്ടോ. നമ്മളൊരു എന്താ പറയുക ഒരു ഓപ്പൺ ബിൽഡ് നമുക്ക് വേണ്ടി ചെയ്യാം. യൂട്യൂബ് കമൻറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡ് ചെയ്യുക. സൂപ്പർ മോട്ടോ ആണ് പോകുന്ന ടയേഴ്സ് നമ്മൾ TVS യൂറോ ഗ്രൂപ്പ് ഇടാമെന്ന് പറഞ്ഞാൽ ഇനി അത് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. അതൊക്കെ നമുക്ക് വെച്ച് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് അബൌട്ട് ദ ബിൽഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. പിന്നെ ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റം മെയ്ഡാണ്. ചെന്നൈയിൽ നമുക്ക് കസ്റ്റമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു എക്സോസ്റ്റ്. ടൈം എടുത്ത് കിട്ടാൻ കുറേ സമയം എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇൻ ബിറ്റ്വീൻ ഇന്ന് പെർഫെക്റ്റൊക്കെ കഴിക്കാൻ കുറേ ചടങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ എന്താ പറയുക റിട്ടയർമെൻറ്റ് ഓഫ് ദ ഡ്യൂക്ക് 390 BS3 ഡ്യൂക്ക് 390 അതിൻ്റെ ലെഗസി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കുന്നില്ല. ഈ എക്സോസ്റ്റ് ചെയ്ത് വരെ ഏകദേശം ഒരു 30,000 രൂപ കേട്ടോ. ആദ്യം തുടക്കത്തിൽ ഈ കസ്റ്റം ഫാബ്രിക്കേഷൻ ചെയ്തെടുക്കാൻ നമുക്ക് ആകെ 5,000-10,000 രൂപയായിരുന്നു. പക്ഷേ ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ മഫ്ലർ ആണെങ്കിൽ ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ ഓട്ടോ സെൻസർ കണക്ട് ചെയ്യുന്ന സാധനം എക്സ്ട്രാ സാധനങ്ങൾ അതിൻ്റെ വയറിംഗ് ഷിപ്പിംഗ് എല്ലാം കൂടി റോ മെറ്റീരിയൽസ് എല്ലാം കൂടി കൂട്ടി വരുമ്പോഴേക്ക്
പ്ലസ് ദ ഹാൻഡ് ലേബർ എല്ലാം കൂടി ആ ഡിസൈൻ, ആ CNC കട്ടിങ് എല്ലാ സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം 30,000 രൂപ, 25-27 രൂപ എന്തായാലും ആകും. അത്രേ ആവട്ടെ. നമുക്ക് കുറച്ച് ട്രയൽ ആൻഡ് റൂട്ടിംഗ് ഒക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ ആ പ്രോപ്പർ എക്സോസ്റ്റ് കൂടി ഫ്രം കുറച്ച് നാരോ ആയിട്ടാവുന്നത് പിന്നെ അത് വലുതായിട്ട് വരുമുണ്ടോ, അതിൻ്റെ ഇന്നർ ഡയമണ്ട് ചെറുതിൽ നിന്ന് വലുതായിട്ട് വരുമുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ എക്സോസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോഫ വെരി സ്മൂത്ത്ലി റെവിങ് ആണ്. നമുക്ക് കേൾപ്പിക്കണം. സ്റ്റാർട്ടായില്ലേ, വെരി ലൗഡാണ്. ഭയങ്കര ലൗഡാണ്. എന്ത് സാധനമില്ല, എന്ത് അക്രമ സാധനം. ഈ ട്രാക്കിൽ ഇറക്കുമ്പോൾ തന്നെ ആൾക്കാർ അറിയും ഈ വണ്ടി ഇറങ്ങിയെന്ന്. അത്രയ്ക്ക് ലൗഡാണ്. നോ TB കില്ലേഴ്സ്, നോ റെസ്ട്രിക്ഷൻ. ചെവി അടിച്ചു റോഡിലൊക്കെ ഇത് വെച്ച് ഓടിക്കരുതട്ടെ കൈസ്. ഇത് ഞാൻ ഐഡിയ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് റോഡ് ലീഗലല്ല, റോഡിൽ ഓടിക്കാനുള്ള വണ്ടിയുമല്ല, ഓൺലി ഫോർ ട്രാക്കാണ്. നമ്മൾ റിട്ടയർ ചെയ്ത് പാർക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് സാധനം? സോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സാണ്. പക്ഷേ ഇതൊരു ഗോ കാർട്ട് മോൺസ്റ്റർ, അങ്ങനത്തെ ഒരു സൂപ്പർ മോട്ടോ ബിൽഡാണ്. ടയേഴ്സും കൂടി മാറ്റാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി സ്ലിക്ക് കോമ്പൗണ്ട് ആയിട്ടുള്ള, കുറച്ചും കൂടി സോഫ്റ്റ് കോമ്പൗണ്ട്, സിംഗിൾ കോമ്പൗണ്ട് TVS യൂറോ ഗ്രൂപ്പിൽ അതിടാം. ഫ്രണ്ടിൽ തന്നെ 110-150 സെക്ഷൻ തന്നെ ഇടുള്ളൂ. അതിട്ട് നമുക്ക് ഗോ കാർട്ടിൽ കുറേ അക്രമം, കുറച്ച് സ്ലൈഡ്സും കോർണർ എൻട്രീസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു അക്രമം വണ്ടിയെന്ന് പ്ലാൻ. ആൻഡ് ദ ഡ്യൂക്ക് 390 ഈസ് ജസ്റ്റ് ആ എക്സോസ്റ്റ് കണ്ടില്ലേ, അതാണ് അതിൻ്റെ O2 സെൻസർ കൊടുത്തേക്കുന്ന ആ O2 ബങ്ങൊക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. ഭയങ്കര ഫ്രീയർ റെവിങ്, ഭയങ്കര ഹാപ്പിയായ എഞ്ചിൻ. ഇതാണ് ദ ട്രൂ ക്യാരക്ടർ ഓഫ് ദ ഡ്യൂക്ക് 390. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്ത് ഫൈനലി മൈ ഡ്യൂക്ക് ഈസ് ഫ്രീ. അതാണ് എനിക്ക് ഇത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണെങ്കിൽ ആ ഇത് കിട്ടുന്നത്.